കണ്ണൂരിൽ കാർ യാത്രികൻ ആംബുലൻസിന്റെ വഴി തടഞ്ഞെന്ന് പരാതി. ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന്റെ വഴിയാണ് തടഞ്ഞത്. വൈദ്യുതിനെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി യാത്രാമധ്യേ മരിച്ചു. മട്ടന്നൂർ സ്വദേശി റുക്കയാണ് മരിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. നിഖിലയുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ആദ്യമേ തന്നെ അതീവ ദാരുണമായ സംഭവമാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വെറും തോന്നിവാസമാണ് കാണിക്കുന്നത്. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണെങ്കിലും ഒരു ആംബുലൻസിന്റെ മുന്നിൽ കിടന്നാണ് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നതെന്നുള്ളത്. എന്താണ് കാരണം? അത് തന്നെയാണ്. സാമാന്യം തിരക്കുള്ള റോഡായിരുന്നു. പക്ഷേ പല തവണയായി ഈ വാഹനം നിർത്തിയോ മറ്റോ ആംബുലൻസിനെ കടത്തിവിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നിട്ടും ഈ കാർ ഡ്രൈവർ അതിന് തയ്യാറായില്ല എന്നൊരു പരാതിയാണ് ആംബുലൻസ് ഡ്രൈവർ ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിലേക്ക് ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് ആണ് ഇത്തരത്തിൽ ഈ വഴി തടഞ്ഞു എന്നൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന രോഗി മട്ടന്നൂർ സ്വദേശിനിയായ റുക്കിയ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് ആംബുലൻസ് ഡ്രൈവർ ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ പോലീസിൽ പരാതി നൽകാനും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാനുമാണ് ആംബുലൻസ് ഡ്രൈവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കണ്ണൂർ എരഞ്ഞോളി നായനാർ റോഡിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്, ഈ വാഹനം കുറെ അധികം സമയം കടത്തിവിടാതെ ഇങ്ങനെ ആംബുലൻസിന് മുന്നിൽ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നമ്മൾ ആ ദൃശ്യങ്ങളുടെ ഏറ്റവും അവസാനം കാണുന്നത് പോലെ ഒരു സ്വകാര്യ ബസ്സിനെ മറികടന്നതിന് ശേഷം ആ കാറ് ഇടതുവശം ചേർത്ത് നിർത്തി അല്ലെങ്കിൽ സൈഡാക്കി ആ ആംബുലൻസിനെ കടത്തിവിടുന്നുണ്ട്. പക്ഷെ അതിനുശേഷവും ഈ ആംബുലൻസിന്റെ പിന്നാലെ തന്നെ ആംബുലൻസിന്റെ അതേ വേഗതയിൽ വരികയും അതിനെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും മുന്നിൽ കയറാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവർ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അല്ല നിഖിൽ, അത് തന്നെയാണ്. ഈ സാധാരണ നമ്മളിപ്പോൾ തിരക്കില്ലാത്ത വഴി കൂടെ മാത്രമല്ലല്ലോ ആംബുലൻസ് പോവുക. നമുക്കറിയാവുന്നതാണ്, നമ്മളൊക്കെ ദിവസേന എത്ര ആംബുലൻസുകൾ അങ്ങനെ കടന്നു പോകുന്നതും നമ്മളടക്കം ഇരിക്കുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ സൈഡിലേക്ക് നിർത്തി കൊടുക്കാൻ സ്ഥലമുണ്ടെന്നേ, അങ്ങനെ സ്ഥലമുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് കാരണം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ചില വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസ്. നിഖിൽ, ഒരു കാര്യം കൂടി, ഈ വണ്ടി ആരുടെയാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒക്കെ ഒരു അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? വണ്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ പോലീസിന് നൽകുന്ന പരാതിയിൽ കൃത്യമായി രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിലേക്ക് ഔദ്യോഗികമായി ആ പരാതി വരുന്ന മുറയ്ക്ക് അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാനാവും. ഇന്ന് രാവിലെ തന്നെ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ആതിര പറഞ്ഞതുപോലെ ഈ വാഹനം നിർത്തിക്കൊടുത്ത് കൃത്യമായി ആംബുലൻസിനെ കടത്തിവിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. പക്ഷേ ഈ കാർ ഡ്രൈവർ അത് ചെയ്തില്ല. മറ്റു വാഹനങ്ങളെ മറികടന്നും മറ്റും ആംബുലൻസിനേക്കാൾ വേഗതയിൽ അതിന്റെ മുന്നിൽ തന്നെ പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇങ്ങനെ ഈ വഴിയിൽ ഇത്രയും സമയം ഈ വാഹനത്തിന് പിറകിൽ പോകേണ്ടി വന്നതുകൊണ്ടാണ് തന്റെ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അവരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിക്കാനാകുമായിരുന്നു എന്നൊരു വാദമാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. അതുതന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ കണ്ണൂരിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതീവ ദാരുണമായ സംഭവം എന്നല്ലാതെ പറയാൻ സാധിക്കില്ല. ഈ പറയുന്നത് പോലെ ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി പോകുന്ന ആംബുലൻസാണ്. ആ ആംബുലൻസിന് മുന്നിൽ കിടന്നാണ് ഈ കാർ യാത്രികൻ ഇത്തരത്തിൽ ഒരു ഡ്രൈവിംഗ് നടത്തിയത് എന്നുള്ളതാണ്. എന്താണ് അയാളുടെ സാഹചര്യം, എന്തുകൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ കാണിച്ചത് എന്നൊക്കെ ഉള്ളത്, അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി